ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കുട്ടൂസ് ഹൗസ്. എൻ്റെ പേര് കുട്ടൂസ്. നമ്മളിന്ന് ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിലും ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അനബോളിക് ആൻഡ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് എന്നാണ്. അപ്പം ഇന്ന് നമ്മൾ ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ്, അതുപോലെ നല്ല കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ചെറിയൊരു ബേസിക് വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, ഇതൊരിക്കലും ബോഡി ബിൽഡേഴ്സ് അതുപോലെ തന്നെ ആ മേഖലയിലോട്ട് പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്കാരെ ബേസിച്ചതല്ല ഞാൻ ഈ പറയുന്നത്. എൻ്റെ പ്രായത്തിൽ, അതായത് എനിക്കിപ്പോൾ ഒരു 16 വയസ്സുണ്ട്. അപ്പം 15, 16 അതുപോലുള്ള കുറച്ച് ചെറിയ ചെറിയ പ്രായത്തിൽ യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയൊരു ബേസിക് വീഡിയോ വേണ്ടി മാത്രമാണിത്. അതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു അറിവ് വെച്ചല്ല ഞാൻ പറയുന്നത്. ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കുറച്ച് അറിവുള്ള ആൾക്കാരും അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ എൻ്റെ ചെറിയ ചെറിയ സ്റ്റഡീസ് ഇന്നൊക്കെ എടുത്തിട്ടാണ് ഞാനിത് പറയുന്നത്. എങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരാണ് അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റ് ഇട്ടാൽ അത് എന്നെ കൊണ്ട് തിരുത്താൻ പറ്റും. ഓക്കെ, ഫസ്റ്റിൽ തന്നെ ഞാനിതൊരിക്കലും എടുക്കുന്ന ഒരാളല്ല, ഇതിനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. യാതൊരു അറിവില്ലാതെ ഇത് എടുക്കുന്നതിന് വേണ്ടി ചെറിയൊരു വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യ ഗുണഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് സ്റ്റിറോയിഡ്സ്? സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ കുറേ അധികം സ്റ്റിറോയിഡ്സുകളുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ജിം ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് മാത്രമല്ലാത്ത കുറേ അധികം അല്ലാത്ത ഡോക്ടർമാർ തന്നെ കൊടുക്കുന്ന സ്റ്റിറോയിഡ്സ് ഉണ്ട്. അല്ലാതെ കുറേ അധികം സ്റ്റിറോയിഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജിം ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനൊക്കെ ചെയ്യുന്ന അനബോളിക് ആൻഡ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞപ്പെട്ട ആ ഒരു ടൈപ്സ് ഓഫ് സ്റ്റിറോയിഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ തന്നെ കുറേ അധികം ടൈപ്പ് ഓഫ് സ്റ്റിറോയിഡ്സ് ഉണ്ട്. അതായത് കുറേ അധികം ബ്രാൻഡിൻ്റെ സ്റ്റിറോയിഡ്സും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഡി-ബോൾ, ബി-ബോൾ, അതുപോലെ തന്നെ ടെക്സ്റ്റോർസൺ, അവനാർ, അങ്ങനെ കുറേ അധികം ബ്രാൻഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ചെറിയ ചെറിയ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിറോയിഡ്സിന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ടാബ്ലറ്റ് ആൻഡ് ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. ടാബ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് മസിൽ ഗെയിൻസ് ഉണ്ടാവും. പെട്ടെന്ന് കുറച്ച് നാളുകളിൽ തന്നെ നമുക്ക് മസിൽ ഗെയിൻസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂടും. അത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവലിൽ കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടും. തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര മറ്റുള്ളവരിൽ നിന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാനും ഒക്കെ ഉള്ള എനർജി കിട്ടും. നാലാമത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽ റിക്കവറി ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ആകും. അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും ഗുണങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര അധികം കൂടുതലാണ്. പെട്ടെന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ഡാമേജ്, പെട്ടെന്ന് തന്നെ നമ്മുടെ ലിവറിനെ ഇത് ബാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൈന വരും. ഗൈന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെയിൽ ബൂംസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് ഗൈന. അത് നമ്മുടെ ശരീരത്തിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററിൻ്റെ അളവ് കുറയ്ക്കുകയും ഈസ്ട്രോജൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗൈന വരും. നാലാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എയർ ഫാൾസ്. അത് മേ ബി ചില ആൾക്കാർക്ക് കാണുന്നുണ്ട്, ചില ആൾക്കാർക്ക് കാണുന്നില്ല. അഞ്ചാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിനെ ഇത് ബാധിക്കും. നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഹൈ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ നമുക്ക് സ്ലീപ്പ് കിട്ടത്തില്ല. ആറാമത്തെ, നമുക്ക് ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും. അതായത് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക, അതായത് പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ പോലും പെട്ടെന്ന് ദേഷ്യം വരിക. അതൊക്കെ ചിലവർക്ക് നല്ല ഭൂരിഭാഗം കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരാറുണ്ട്. ഏഴാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി നമ്മളെ നന്നായിട്ട് ഡിപ്രസ്ഡ് ആകും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ അളവ് നമ്മൾ സ്റ്റിറോയിഡ് നമ്മൾ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ അളവ് നോർമലാവും, ഇല്ലെങ്കിൽ കുറയും. അപ്പോൾ ഇത് കുറയുമ്പോൾ നമ്മുടെ നമുക്ക് ആ ഒരു പണ്ടത്തെ പോലത്തെ ആ ഒരു എനർജി കിട്ടാത്തതുകൊണ്ടും അതുപോലെ തന്നെ കുറേ കോൺഫിഡൻസ് ഒക്കെ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്രഷൻ, നമുക്ക് മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പോൾ ഇതും അതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട്, ഇതിലുമുണ്ട് സൈഡ് എഫക്ട്സ്, എന്നാലും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആൾക്കാർ പെട്ടെന്ന് കണ്ടുവരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ
നല്ല ഭാഗങ്ങളും അതുപോലെ തന്നെ ചീത്ത ഭാഗങ്ങളും. ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് എങ്ങനെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റിറോയിഡ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബ്ലഡ് എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്, ഇല്ലെങ്കിൽ എന്തൊക്കെ ലിവറിന് ഇപ്പോൾ പ്രശ്നമുണ്ടോ, അതുപോലെ അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ടോ എന്നറിയാൻ നമ്മളെപ്പോഴും നമ്മുടെ ബ്ലഡ് ആദ്യമേ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റിറോയിഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റാണ്. നമ്മൾ സ്റ്റിറോയിഡ് എടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു നല്ലൊരു ബോഡിയിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. അതിനെപ്പോഴും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡയറ്റ് എപ്പോഴും ആവശ്യമാണ്. ഈ സ്റ്റിറോയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഡ്രീം ബോഡിയിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് നമ്മൾ ഡയറ്റ് ഇല്ലാതെ നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അത് നെഗറ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് ബാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. ഉറക്കം ഈ ഡയറ്റ് പോലെ തന്നെ ഭയങ്കര മെയിൻ ഒരു സംഭവമാണ്. ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. കാരണം നമ്മുടെ ബോഡി റിക്കവർ ആവണമെങ്കിൽ നമുക്ക് നല്ല ഉറക്കം വേണം. അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ, അതുപോലെ തന്നെ ഡയറ്റും ഞാൻ വർക്കൗട്ടും ഇതുപോലെ തന്നെ കോഴ്സും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉറങ്ങിയില്ലെങ്കിൽ ഇതും നമ്മളെ നെഗറ്റീവായിട്ട് നല്ല രീതിക്ക് ബാധിക്കും. നാലാമത്തെ കാര്യം, നമ്മൾ എടുക്കുന്നത് ഇഞ്ചക്ഷൻ ടൈപ്സ് ഓഫ് സ്റ്റിറോയിഡ്സ് ആണെങ്കിൽ നമ്മളെപ്പോഴും അത് എടുക്കുമ്പം എടുക്കുന്ന ആ ഇടം നമ്മളെപ്പോഴും നല്ല ഹൈജീനായിട്ട് ചെയ്യുക. പലരും ചിലപ്പോൾ അതൊന്നും ഹൈജീൻ ഒന്നും ചെയ്യാതെ വൃത്തിയാക്കാതെ ഒക്കെ ആയിരിക്കും അവിടെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. മേ ബി എന്നല്ല, കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അവിടെ പിന്നെ പഴുപ്പും അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ചിലവർക്ക് അത് പ്രശ്നമായിട്ട് വരും. അപ്പം നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ എപ്പോഴും ഹൈജീനായിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതെടുക്കുമ്പോൾ നമ്മുടെ പ്രായം ജസ്റ്റ് നോക്കുക. ഒരു 15 തൊട്ട് 22 വരെ ഉള്ള പിള്ളേർ, ഇല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം നിങ്ങൾ ആ ഒരു ഏജിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. കാരണം നമ്മുടെ ശരീരം പെട്ടെന്നൊരു ഒരു ഗ്രോത്തിലേക്ക് എത്തുന്ന ഒരു ടൈമാണ്. 22 കഴിഞ്ഞിട്ടും ഗ്രോത്തൊക്കെ നമ്മുടെ ഇതൊക്കെ നടക്കും. നമ്മുടെ ആ ഒരു യൗവനക്കാലം എന്ന് പറയുന്ന ഒരു ടൈമാണ് നമ്മൾ 15 തൊട്ട് ഒരു 22 വരെ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ബോഡി അതിനെ നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 16 തൊട്ട് 17, 18 വയസ്സ് വരെയൊക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ കൊല്ലമൊക്കെ പോകുന്ന അവിടെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ കോഴ്സ് ചെയ്യുന്ന കുറേയധികം പിള്ളേർ, അതിപ്പം അവരുടെ ഇഷ്ടത്തിനല്ലായിരിക്കും, ട്രെയിനറുടെ ഒരു ഫോഴ്സിലായിരിക്കും അവർ ഇതെടുക്കുന്നത്. അത്രയും ചെറിയ പ്രായത്തിൽ എടുക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു സേഫായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അതങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 22 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ഒരിക്കലും പറയത്തില്ല എടുക്കാൻ, എങ്കിൽ 22 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സൈക്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡേഞ്ചർ സോണിലോട്ട് ഒരിക്കലും അതിനെ കൊണ്ടുപോകാതിരിക്കുക. ഒരു 1 to 4 വരെ മാക്സിമം, ഒരു 1 to 3 വരെ സൈക്കിൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സേഫായിട്ട്, നമ്മുടെ ബോഡിക്ക് സേഫായിട്ടുള്ള ആ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 4 വരെയോ ഇല്ല ഒരു 3 വരെയോ ആയിരിക്കും നമ്മുടെ ബോഡിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്ലീപ്പ് കിട്ടി, അതുപോലെ തന്നെ ഡയറ്റ് എടുത്തു, ഇതെല്ലാം ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കോഴ്സ് ചെയ്താൽ മേ ബി നമ്മളൊരു ഇൻസ്റ്റ പോസ്റ്റ് ഇടാനോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യത്തിന് വേണ്ടി ആയിരിക്കും നമ്മളത് ചിലപ്പോൾ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നേരെ പോയി ആൽക്കഹോൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കൂടുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഭയങ്കര മണ്ടത്തരമാണ്, നമ്മുടെ ബോഡിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. പ്രത്യേകിച്ച് സൈക്കിളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അത് നമ്മുടെ ലിവറിനും കാര്യങ്ങൾക്കും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും. ബോഡി ആകെ നമ്മുടെ തകിടം മറിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കൊന്നും പറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഇത് നമ്മൾ ചെയ്യുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ചെറിയൊരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.
ഞാൻ ഇതിൻ്റെയായിട്ട് വേറെ വിശദീകരിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ചെറിയ അളവിലെങ്കിലും ഇതിനെപ്പറ്റി ഒരു നോളജ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മളെ കൊണ്ട് എത്രയും നാച്ചുറലായിട്ട് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നാച്ചുറലായിട്ട് നിൽക്കുക. വെറുതെ ആരെയും ഷോ ഓഫ് കാണിക്കാനോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാനോ ഒന്നും പോയി ഇതെടുക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഇത് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുപിട്ടാം. അതുവരേക്കും ബൈ.